ചേട്ടാ ഹലോ നമസ്കാരം. പേരെന്നാ ചേട്ടാ? പ്രമോദ്. ചേട്ടാ കാണത്തില്ല, കേൾക്കുറേ. അപ്പോൾ ചേട്ടാ നാട്ടിലെവിടെ ചേട്ടാ? ഞാൻ കോട്ടയം. കോട്ടയം, അത് ശരി. ഇവിടെ വന്നിട്ട് കുറേ നാളായോ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. 10 വർഷമായി അല്ലേ? ഓ, നമ്മുടെ ഈ ചേട്ടൻ്റെ കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പാവല് കൊള്ളലായിട്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് എല്ലാ വർഷവും ചെയ്താണോ? എല്ലാ വർഷവും. ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്ന? ഇവിടെ ഇപ്പോൾ 6 വർഷമായി. അതെ അല്ലേ? ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ആ സൈഡിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ഓടി വന്ന് നോക്കി. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എൻ്റെ ശ്രദ്ധ ആകർഷിച്ച് ഞങ്ങൾ ഇവിടുന്ന് തന്നെ തുടങ്ങിയേക്കാൻ തീരുമാനിച്ചു. വിത്തൊക്കെ ഇവിടുന്ന് ചേട്ടാ? ഇതെല്ലാം നമ്മൾ ബണ്ണിങ്സിൽ നിന്നും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന്. ബണ്ണിങ്സിലുണ്ടല്ലേ? ഓ, അത് ശരി. ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ. അത് ശരി. ഓഹോ, ഇവിടെ ചേട്ടൻ വൈഫ് നേഴ്സായിരിക്കും അല്ലേ? അതെ അതെ. കുട്ടികളൊക്കെ? ഉണ്ട്. ഞാനത് വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ പയറൊക്കെ കൊള്ളാലോ ചേട്ടാ, നല്ല ഭംഗിയായിട്ടുള്ള പയറാണല്ലോ ചേട്ടാ. ഇതിനൊക്കെ വിത്ത് എവിടുന്ന? ഇതെല്ലാം നമ്മൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ മേടിക്കും. അത് ശരി, കൊള്ളാം. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അത് ഈ പ്രത്യേകിച്ച് ഈ ചീരയൊക്കെ നമ്മുടെ ഫ്ലവർ ഷോയ്ക്ക് വന്ന ഒരു ലുക്കാ. നല്ല രസമുണ്ട് കേട്ടോ. ല്ലേ? തക്കാളി ചേട്ടാ, ഇതിന് ഇച്ചിരി ചീച്ചലുണ്ടല്ലോ അപ്പൊ ചേട്ടാ. നമ്മുടെ ജീവിച്ചേച്ചിനെ കൊണ്ടുവരാമോ? ജീവിച്ചേച്ചിനെ അമ്മ ചേട്ടാ, വെണ്ടയ്ക്ക കൊള്ള ഇതൊക്കെ ഇവിടുന്ന് ചേട്ടാ ബണ്ണിസിന്നാണോ? ഓ ശരി. മുളക് നല്ല എരിവൊക്കെയുള്ള മുളകാണോ? ഓ ശരി. ടൊമാറ്റോ നല്ല വലിപ്പമുള്ള ടൊമാറ്റോ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു കേട് പോലെ സംഭവം കേട്ടോ. അതെന്നാ ചേച്ചി അത്? ഇതുണ്ട്, ഇതൊരു ചെറിയൊരു കേട് പോലെ. ഇതിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഓർഗാനിക് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നല്ലേ? ഈ ഓർഗാനിക് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ അതിന്? വരുന്നില്ല. ചിലപ്പോൾ അത് വണ്ട് കുത്തതായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വെളുത്തുള്ളിയുടെ പരിപാടി ചെയ്താൽ ശരി ക്ലിയർ ആകുമായിരിക്കും. വെളുത്തുള്ളി കഷായം തക്കാളിയിൽ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോയേക്കാം എന്നാല്. നല്ല കറിവേപ്പും വൈഫൊക്കെ ഇവിടെ ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? അതെ അതെ. ഓ ഓക്കെ. ബേസ് ഹോസ്പിറ്റൽ അവർ നല്ലൊരു പഴനിപ്പുണ്ട്, വഴക്കുന്ന നിൽപ്പുണ്ടല്ലോ ചേട്ടാ. ഉറക്കെ പറഞ്ഞു ബാ. അടിപൊളി. ഇത് ഞാൻ പഴക്കൊല കണ്ടില്ല കേട്ടോ. നല്ല പേരൊക്കെ നിൽപ്പുണ്ടല്ലോ ഇവിടെ. അത് കൊള്ളാം കേട്ടോ. ഇതിന് അത് അയലോക്കത്താണല്ലോ ചേട്ടാ കിടക്കുന്നത്, കുഴപ്പമില്ലല്ലോ. അന്നൊരു പ്രശ്നമില്ല അല്ലേ? നമ്മളത് ഇങ്ങോട്ട് പിടിച്ച് കെട്ടിയത്. അവക്കാടയും കിടപ്പുണ്ടല്ലോ ചേട്ടാ, അടിപൊളി. ഈ അവക്കാടൊക്കെ എത്ര വർഷം പഴക്കമുള്ള ഇത്? ഇതിപ്പോ അതിന്റെ ഇത് കഴിയാറായി ആണല്ലേ? കുറെ നല്ല രീതിയിൽ കെട്ടിയായിരുന്നു. ഈ വാഴ പിരിച്ചു വെക്കണേല് ആ വാഴ ഇനിയിപ്പം കുറെ പിരിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ചാരപ്പൂനല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് കാണാം. അടുത്ത വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആയിട്ട് ഇട്ടോളാം. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ അന്വേഷണം പറയാം. താങ്ക് യു കേട്ടോ. ഞാൻ എന്നാൽ അടുത്ത വീട്ടിലേക്ക് പോവാം. ഇവിടെ മാവ് ഇതന്നെ ചേട്ടാ. ഈ സംഭവം ആപ്പിളാണോ അല്ലേ? ഇത് ആപ്പിൾ ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ എന്തി? അതെ, 1-2 ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഓക്കെ ചേട്ടാ, കാണാം കേട്ടോ. പയറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കൺഗ്രാജുലേഷൻ, അടിപൊളി. മാവ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഇത് ഇവരുടെ വീടായി കാണുന്നത്. വീടും ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പുറകിലുള്ള ഇത് എത്ര സ്ക്വയർ മീറ്റർ അല്ല അതിൻ്റെ? ഓ, ഇത് മാങ്ങയും കിടപ്പുണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. അത് മുഴുത്ത മാങ്ങ കിടപ്പുണ്ടല്ലോ. അടിപൊളി കേട്ടോ. ഇത് എത്ര സ്ഥലമുണ്ട്? 400? ഇത് 450? 600 ഉണ്ടല്ലേ? അടിപൊളി. ഓക്കെ ചേട്ടാ, എന്നാലും കാണാം. എന്നാലും താങ്ക് യു. ബൈ.